Yes. So, hello everyone. Welcome to Rahil's Academy. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് സൈക്കോളജിയിലുള്ള വളരെ പ്രധാനപ്പെട്ട VIP ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, VIP ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ തരിക, ആൻസർ പറഞ്ഞു പോകുക, അങ്ങനെ ഒരു സംഭവമല്ല കേട്ടോ. നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ തരും, അതിന്റെ ആൻസർ കീ തരും, അതിനുശേഷം ആ ഒരു ആൻസറിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മൈൻഡിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എഡീഷണലി നമ്മളിത് പിന്നെ പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 1 നമ്മൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടറ്റിന്റെ നമ്മുടെ ഈ PYQയുടെ ഫസ്റ്റ് വീഡിയോ, അതുപോലെ തന്നെ കേട്ടറ്റ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. എഡീഷണൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്കും ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ലേണിംഗ് ആട്ടോ. നമ്മൾ വരുന്നു, ഡിസ്കസ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു, എന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് കണ്ടി നമ്മൾ ഷെയർ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എനിവേ ഞാൻ സമയം കളയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ഓൾ ദീസ് ബിഗ് കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ. ഞാൻ ക്വസ്റ്റിനോട് ഡയറക്റ്റ് വരാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അക്കോർഡിംഗ് ടു ഗെഗ്നെ, if a learner respond to stimuli by identifying its characteristics like shape, color, etc., then the learner has attained what? അല്ലെ, ഗെഗ്നെ പ്രകാരം, ആ ഒരു സൈക്കോളജിസ്റ്റ് പുള്ളിക്കാരന്റെ ആ ഒരു തിയറി പ്രകാരം ലേണേഴ്സ് എന്ത് ചെയ്യും, കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഐഡന്റിഫൈ ചെയ്യൂലേ. ഫോർ എക്സാമ്പിൾ, ചുവന്ന ബോള്, ചുവന്ന ആപ്പിള്, ചുവന്ന കാറ്. എന്നിട്ട് ആ കുട്ടി മനസ്സിലാക്കുകയാണ് ചുവന്ന കാറ് മൂന്ന് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആണ്, പക്ഷെ എന്താണ്, അതിന് ഒരു കോമൺ ക്യാരക്ടർ ഉണ്ട്. എന്താണ്? മൂന്നും ചുവപ്പാണ് എന്നുള്ളത്. ഇതെന്താണ്, ലേണർ ഡെവലപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ലേണറിന് ഇങ്ങനെ ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലേണർ എന്ത് അറ്റൈൻ ചെയ്തു എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണോ, വെർബൽ അസോസിയേഷൻ ആണോ, കോൺസെപ്റ്റ് ലേണിംഗ് ആണോ, അഥവാ റൂൾ ലേണിംഗ് ആണോ എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്താണ്? പോസ് ചെയ്യുക കേട്ടോ. കറക്റ്റ് ആൻസർ അറിയുന്നവർ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പിന്നെ ആഗ്രഹമുള്ള ആളുകൾ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസറിലോട്ട് വരിക. ഓക്കെ, സോ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? സെക്കൻഡ്, കോൺസെപ്റ്റ് ലേണിംഗ് ആണ് അല്ലെ. സോ എന്താണ് കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു റോബർട്ട് ഗെഗ്നെ, ഫുൾ നെയിം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കോൺസെപ്റ്റ് ലേണിംഗ് occurs when a learner is able to identify objects or situation based on their common or abstract characteristics such as shape, color, size or other properties. അല്ലെ, എന്താണ്, നമ്മള് പിന്നെ പല പല പ്രൊഡക്റ്റുകൾ, പല പല ഒബ്ജക്ട്സ് നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും അതിന് എല്ലാത്തിനും ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ചുവന്ന ബോൾ, ചുവന്ന ആപ്പിൾ, ചുവന്ന കാർ അങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോ അതേ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റെക്ടാംഗിളിന്റെ ബ്ലോക്സുകൾ, സർക്കിളിന്റെ ബ്ലോക്സുകൾ, അതുപോലെ തന്നെ ട്രയാംഗിൾ ബ്ലോക്സുകൾ കുട്ടികളുടെ മുന്നിൽ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, ആദ്യം നോക്കും. എന്നിട്ട് ഒരു കാര്യം മനസ്സിലാവും, ഇതിന് എന്തൊക്കെയോ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെ. റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചിട്ടുണ്ട്, സർക്കിൾ ഷേപ്പിലുള്ള വേറെയും കുറച്ചുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും, ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വേർതിരിച്ച് കാണാൻ വേണ്ടി പറ്റുന്ന ആ ഒരു എബിലിറ്റി, ലേണറിന്റെ എബിലിറ്റി, അതാണെന്ത്, കോൺസെപ്റ്റ് ലേണിംഗ് എന്നുള്ളത്. അത് ഷേപ്പിന്റെ അടിസ്ഥാനത്തിലാകാം, കളറിന്റെ അടിസ്ഥാനത്തിലാകാം, അതിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിലാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതർ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ലേണേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ത്, കോൺസെപ്റ്റ് ലേണിംഗ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഇതേപോലെ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഞാൻ എല്ലാത്തിലും എന്ത് ചെയ്യുന്നതായിരിക്കും, എക്സാമ്പിൾസ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, എഡ്വേർഡ് ടോൾമാൻ ഈസ് ദി ഫൗണ്ടർ ഓഫ് വാട്ട്? എഡ്വേർഡ് ടോൾമാൻ എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിൽ ഈ താഴെ കൊടുത്തിട്ടുള്ളതിൽ എന്തിന്റെ ഫൗണ്ടർ ആണ്? കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഫൗണ്ടർ ആണോ, സൈക്കോ അനാലിസിന്റെ ഫൗണ്ടർ ആണോ, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫൗണ്ടർ ആണോ, മാക്രോ സൈക്കോളജിയുടെ ഫൗണ്ടർ ആണോ? ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ത് ചെയ്യുക, പോസ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഫൈൻ, കറക്റ്റ് ആൻസർ എന്താണ്, കോഗ്നിറ്റീവ് സൈക്കോളജി ആണ് അല്ലെ. എഡ്വേർഡ് സി ടോൾമാൻ, ഫുൾ നെയിം നോട്ട് ഡൗൺ ചെയ്യുക. ഫുൾ നെയിം നോട്ട് ഡൗൺ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാലോ, ക്വസ്റ്റ്യൻ ഒരിക്കലും ടോൾമാൻ ആരെന്ന് ചോദിക്കില്ല. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് എന്ത് വരും, എഡ്വേർഡ് സി ടോൾമാൻ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞങ്ങൾ ചിന്തിക്കില്ലേ, ഇത് ആരാ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫുൾ നെയിം ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നോക്കി വെച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, വാസ് ആൻ ഇമ്പോർട്ടന്റ് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഈസ് വൈഡ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി അല്ലെ. വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ് ആര്, എഡ്വേർഡ് സി ടോൾമാൻ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ്, അദ്ദേഹം എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റിൽ പങ്കെടുത്ത ആളാണ്, കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയുടെ ഒരു ഭാഗമാണ്, അത് ഡെവലപ്പ് ചെയ്തതിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ,
Tolman challenged the strict behaviorist view that learning is simply connection between stimulus and response. അല്ലെ, സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ചാലഞ്ച് ചെയ്ത ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു ആര്? എഡ്വേർഡ് ടോൾമാൻ. പുള്ളിക്കാരൻ എന്താ പറഞ്ഞത്? He argued that learners develop internal mental representation of their environment. ഓക്കെ, അതായത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഈ പുള്ളിക്കാരൻ ഈ പറയുന്ന ഇന്റേണൽ മെന്റൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഞാനൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് ആദ്യത്തെ ഒരാഴ്ച എനിക്കൊന്നും മനസ്സിലാവില്ല. എവിടെയാണ് മെയിൻ ബ്ലോക്ക്, എവിടെയാണ് ഇതിന്റെ ക്യാൻറ്റീൻ, എവിടെയാണ് ഇതിന്റെ ഓഫീസ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ആളോട് ചോദിക്കും. അങ്ങനെ ഞാൻ പതിയെ എന്ത് ചെയ്യും? എന്റെ ഇന്റേണൽ മെന്റലോട്ട് ഞാൻ എന്ത് ചെയ്യും? അതിന്റെ ഒരു മാപ്പ് പതിയെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരും. ഓക്കെ, ഇവിടെയാണ് ക്യാൻറ്റീൻ, ഇവിടെയാണ് മെയിൻ ബ്ലോക്ക്, അല്ലെ, ഇവിടെയാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്, ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ 3 ഉണ്ട്. ഇതാണ് എന്ത്? ഇന്റേണൽ മെന്റൽ റെപ്രസെന്റേഷൻ ഓഫ് ദി എൻവയോൺമെന്റ്. അതായത് ടോൾമാൻ എന്താ പറയുന്നത്? അതായത് കേവലം സ്റ്റിമുലസ് റെസ്പോൺസ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ലേണേഴ്സ് വിഷയങ്ങൾ ലേൺ ചെയ്യുന്നത്, പകരം അവരുടെ എൻവിറോൺമെന്റിനെ എന്ത് ചെയ്യും? അവര് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്തുകൊണ്ട് അതിനെ ഇന്റേണലി അവരെന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. മെന്റലി അതിനെ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യും? അതിനെ സ്റ്റോർ ചെയ്യും. ഇതാണ് എഡ്വേർഡ് ടോൾമാന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിസ് വർക്ക് has helped establish the cognitive approach of learning. അല്ലെ, cognitive approach to learning എന്നുള്ളതിന്റെ ആ ഒരു വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ടി പുള്ളിക്കാരൻ അധികം സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ടോൾമാൻസ് മോസ്റ്റ് ഫേമസ് കോൺസെപ്റ്റ് ഇസ് ദി കോഗ്നിറ്റീവ് മാപ്പ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് മാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? മെന്റൽ റെപ്രസെന്റേഷൻ ഓഫ് ദി എൻവിറോൺമെന്റ്. അതിനെ വിളിക്കുന്ന പേരെന്താ? കോഗ്നിറ്റീവ് മാപ്പ്. നോട്ട് ഡൗൺ ചെയ്യണേ. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ എ സ്റ്റുഡൻസ് വാക്ക് അറൌണ്ട് എ ന്യൂ കോളേജ് ക്യാമ്പസ് സെവറൽ ടൈംസ്. If nobody gives the students direction, after some time the student develops a mental map of the campus. അതാണ് എന്ത്? കോഗ്നിറ്റീവ് മാപ്പ്, മെന്റൽ റെപ്രസെന്റേഷൻ ഓഫ് ദി എൻവയോൺമെന്റ്. ചുറ്റുപാടിന്റെ ഒരു മെന്റൽ റെപ്രസെന്റേഷൻ അവരുടെ മനസ്സിൽ സേവ് ചെയ്തു വെക്കും. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അതുപോലെ തന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. എന്തായാലും ടോൾമാനെ പറഞ്ഞ സ്ഥിതിക്ക്, ടോൾമാൻ ഓൾസോ പ്രപ്പോസ്ഡ് ലാറ്റന്റ് ലേണിംഗ്. അദ്ദേഹം കോഗ്നിറ്റീവ് മാപ്പിന്റെ കൂടെ തന്നെ വേറൊരു കോൺസെപ്റ്റും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിന്റെ പേരാണെന്ത്? ലാറ്റന്റ് ലേണിംഗ്. ദിസ് മീൻസ് ലേണിംഗ് ക്യാൻ ഒക്കർ വിത്തൗട്ട് ആൻ ഇമ്മീഡിയറ്റ് റിവാർഡ് ഓർ റീഇൻഫോഴ്സ്മെന്റ്. അല്ലെ, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിവാർഡും റീഇൻഫോഴ്സ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ലേണേഴ്സ് എന്ത് ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്താ പറയുന്നത്? അതായത് ലേണിംഗ് ക്യാൻ ഒക്കർ ഈവൻ വിത്തൗട്ട് ഈ പറയുന്ന റിവാർഡ് ഓർ റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, ബട്ട് ദ ലേണിംഗ് മേ ബിക്കം വിസിബിൾ വെൻ ദർ ഈസ് എ റീസൺ ടു ഡെമോൺസ്ട്രേറ്റ്. എന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ കുറച്ചുകൂടി കോൺസെപ്റ്റ് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് എവിടെ പോകണ്ടേ? എക്സാമ്പിൾ പോയാൽ മതി. ഓക്കെ, വേറെ എവിടെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. എ സ്റ്റുഡന്റ് ഒബ്സർവ്സ് ദാറ്റ് layout of a schools every day but never needs to use that knowledge. Later when asked to find a particular room, the students immediately knows where to go. അല്ലെ, അതായത് ലേണിംഗ് എന്ത് ചെയ്യുന്നതാണ്? become visible when there is a അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്നുണ്ട്? ദിവസവും പല കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ലേണിംഗ് വിസിബിൾ ആവും എപ്പോഴാണ്? ആ ലേണിംഗ് ഷോക്കേസ് ചെയ്യേണ്ട ഒരു റീസൺ ഉണ്ടാകുമ്പോഴാണ്. ഞാൻ ദിവസം എന്ത് ചെയ്യാണ്? ഒരു റൂട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. എനിക്ക് ആ റോഡിന്റെ എല്ലാ നൂക്കൻ കോർണർ അറിയാം, ആ സ്ട്രീറ്റിന്റെ എല്ലാ കോർണർ അറിയാം. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ ഒരു ചായ കുടിക്കുന്ന സമയത്ത് ഒരു കാറിൽ ഒരാൾ വണ്ടി ചോദിച്ചു, ചേട്ടാ ഇവിടെ ഈ റോയൽ ഇൻ എന്ന് പറഞ്ഞ ഒരു പാർക്ക് ഉണ്ടല്ലോ, സോറി ഒരു സ്റ്റേ റൂംസ് ഉണ്ടല്ലോ, അത് എവിടെയാ? അപ്പൊ എനിക്ക് ഓൾറെഡി ഞാൻ ലേൺഡ് ആണ്. അത് എപ്പോഴാണ് വിസിബിൾ ആകുന്നത്? ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഈ ഒരു റീസൺ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പൊ അത് ഓൾറെഡി സ്റ്റോർഡ് ആണ്. അത് വിസിബിൾ ആവുക എപ്പോഴാണ്? ഒരു റീസൺ ഉണ്ടാകുമ്പോഴാണ്. ഇതാണ് എന്ത്? ലാറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ടു ലിസ്റ്റ് ഗിവൺ ബിലോ, ഓക്കെ, list 1 mention the name of advocates of the concept of learning and list 2 refers to the learning concept. അല്ലെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? ലേണിംഗ് കോൺസെപ്റ്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അതിന്റെ സൈഡിൽ അവർ കണ്ടുപിടിച്ച കോൺസെപ്റ്റുകളും ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഒന്ന് പോസ് ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്യുക. ഫൈൻ, ഞാൻ ഡയറക്റ്റ് ആൻസറിലോട്ട് വരികയാണ്. എന്താ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. അല്ലെ, ഇവിടെ നിങ്ങൾ ഓപ്ഷൻസ് ഇവിടെ കാണുന്നില്ലേ? ചെറുങ്ങനെ ഞാൻ അത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൊടുത്തു കേട്ടോ. 1 സെക്കൻഡ്. ഇതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഞാൻ എന്റെ ഫേസ് ഞാൻ ജസ്റ്റ് മറക്കുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ഫുൾ ബോക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് സെക്കൻഡ്. അപ്പൊ ആൻസർ സി ആണ്. അല്ലെ,
ഓക്കെ, ഫസ്റ്റ് ആരാണ്? ഹള്ളാണ്. പുള്ളിക്കാരൻ പിന്നെ കണ്ടുപിടിച്ച കോൺസെപ്റ്റ് എന്താണ്? നീഡ് റിഡക്ഷൻ തിയറി. എന്താ നീഡ് റിഡക്ഷൻ തിയറി? ഹൾ പ്രപ്പോസ്ഡ് ഡ്രൈവ് റിഡക്ഷൻ ഓർ നീഡ് റിഡക്ഷൻ തിയറി വേർ നീഡ്സ് ക്രിയേറ്റ് ഡ്രൈവ്സ് ദാറ്റ് മോട്ടിവേറ്റ് ബിഹേവിയർ. അല്ലെ, ഒരു ബിഹേവിയർ മോട്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ എന്ത് വേണം? ഒരു നീഡ് ഉണ്ടാവണം. നീഡാണ് എന്ത് ചെയ്യുന്നത്? മോട്ടിവേറ്റ് ബിഹേവിയറിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്നാണ് ആര് പറയുന്നത്? ഹള്ള് പറയുന്നത്. ടോൾമാൻ എന്താണ്? സൈൻ ലേണിംഗ് ആണ് അല്ലെ. ടോൾമാൻ പ്രപ്പോസ്ഡ് സൈൻ ലേണിംഗ് emphasizing the learners learn relationship or signs in the environment rather than merely forming stimulus response bonds. നമ്മൾ ഇപ്പൊ പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കോൺസെപ്റ്റ് എന്താണ്? സൈൻ ലേണിംഗ് ആണല്ലോ. നമ്മൾ വെറും സ്റ്റിമുലസ് റെസ്പോൺസ് മാത്രമല്ല, റിലേഷൻഷിപ്പും സൈനുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ഇതിന്റെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, തോണ്ടിക്കേന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? SR ബോണ്ടിങ് ആണ്, സ്റ്റിമുലസ് റെസ്പോൺസ് ആണ് കേട്ടോ. തോണ്ടിക്കേസ് കണക്ഷനിസം എക്സ്പ്ലെയിൻസ് ലേണിംഗ് ആസ് ദി ഫോർമേഷൻ ഓഫ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഒരു ലേണറെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റിമുലസ് സംഭവിക്കുമ്പോഴാണ്, ഒരു ട്രിഗറിംഗും ഉണ്ടാകാണ്, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നത്? അവര് റെസ്പോണ്ട് ചെയ്യുന്നത്. അതാണ് തോണ്ടിക്കയുടെ എക്സ്പ്ലനേഷൻ വരുന്നത്. പിന്നെ വരുന്നതാണ് എന്ത്? സ്കിന്നർ, BF സ്കിന്നറിന്റെ പുള്ളിക്കാരൻ കണ്ടുപിടിച്ച കോൺസെപ്റ്റ് എന്താണ്? ഓപ്പറാൻഡ് കണ്ടീഷനിങ് ആണ് അല്ലെ. സ്കിന്നർ ഡെവലപ്ഡ് ഓപ്പറാൻഡ് കണ്ടീഷനിങ് വേർ ബിഹേവിയർ ഈസ് സ്ട്രെങ്തൻഡ് ഓർ വീക്കൻഡ് ത്രൂ ഇറ്റ്സ് കോൺസിക്വൻസസ്, എസ്പെഷ്യലി റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ്. അല്ലെ, റീഇൻഫോഴ്സ്മെന്റ്, റിവാർഡ്, പണിഷ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമ്മളുടെ ഈ പറയപ്പെടുന്ന ബിഹേവിയർ അത് സ്ട്രെങ്ത് ചെയ്യാനും അത് വീക്കൻ ചെയ്യാനുമുള്ള ഒരു ഫാക്ടർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നതാണ് സ്കിന്നർ പറയുന്നത്. കോൾബ് എന്താ പറയുന്നത്? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണല്ലേ. കോൾബ് ഡെവലപ്ഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തിയറി ഇൻ വിച്ച് ലേണിംഗ് occurs through transforming and reflecting on experience. നമ്മൾ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് അല്ലെ, കുട്ടികൾ എന്ത് ചെയ്യണം? ക്ലാസ് റൂമിൽ ഇരുന്ന് മാത്രം പഠിച്ചാൽ പോരാ, അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെ, അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അവരതിനെ ആ റിഫ്ലക്റ്റീവ് ലേണിംഗ് മെത്തേഡിലായിരിക്കണം കാര്യങ്ങൾ പഠിക്കേണ്ടത്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ളത്. ഓക്കെ, ഇതാണ് ആ ഒരു കണക്ഷൻ വരുന്നത്. ഓക്കെ, നൗ ഐ വിൽ ഓൺ ക്യാമറ. ഓക്കെ, അക്കോർഡിംഗ് ടു കോലർ, തിങ്കിങ് ഡെവലപ്സ് ഫ്രം സോഷ്യൽ ഇന്ററാക്ഷൻ ഫ്രം ക്ലാസിക്കൽ കണ്ടീഷൻ ഇൻസ്റ്റന്റ്ലി ബൈ പ്രാക്ടീസ്. അല്ലെ, കോളർ പ്രകാരം, പുള്ളിക്കാരൻ പറയുന്ന പ്രകാരം തിങ്കിങ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്, ഈ പറയപ്പെടുന്നത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ചോദിക്കുന്നത്. പോസ് ചെയ്യുക, കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. എന്താണ്? ഇൻസ്റ്റന്റ്ലി ആണ് അല്ലെ. ഇതാണ് ഫുൾ നെയിം കേട്ടോ. Wolfgang Kohler was a major Gestalt psychologist. He explained learning through insight, where the learner suddenly understands the relationship between different parts of the problem. Okay, അതായത് എന്താ? അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാട്ടോ, എന്താ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അതായത് പിന്നെ ഫോർ എക്സാമ്പിള് നമ്മള് പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുതരാം. ഞാൻ ഈ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മള് ക്യാപിറ്റലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്നത്തെ നമ്മളെ ലോകം മൊത്തം ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ക്യാപിറ്റലിസ്റ്റ് തിയറീസ് പഠിക്കും, അതിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കാർൽ മാർക്സിന്റെ തിയറീസ് പഠിക്കും. അങ്ങനെ ഒരുപാട് തിയറീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട്, അതായത് ഒരു പ്രോബ്ലം നമ്മൾ ആദ്യം എടുക്കും. ഓക്കെ, ഒരു പ്രോബ്ലം നമ്മൾ എടുത്തു കഴിഞ്ഞാല് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് കോൺസെപ്റ്റുകൾ കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ഓക്കെ, അതായത് ഒരു പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ, ഡിഫറെന്റ് ഒരു പ്രോബ്ലത്തിന് പല പല പാർട്സുകൾ ഉണ്ടാവും. ഓക്കെ, ആ എല്ലാ പാർട്സുകളും കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതാണ് ഈ പറയുന്ന ഇൻസൈറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ്ലി എന്ന് പറയുന്നത്. ഓക്കെ, what does thinking develop instantly means? According to Kohler, problem solving can happen through a sudden realization or insight rather than through gradual trial and error practice. അല്ലെ, നമ്മൾ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ട്രയൽ ചെയ്ത് അത് വീണ്ടും പിന്നെ തെറ്റി അത് വീണ്ടും പഠിച്ച് അങ്ങനെയല്ല. അതിന്റെ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാണ്? ഈ പറയപ്പെടുന്ന രീതിയിൽ നമ്മളെ ചിന്തിക്കുകയാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൊല്യൂഷൻ ഡിഫറെന്റ് പാർട്സുകളാക്കി നമ്മൾ എന്ത് ചെയ്യും? ആ പ്രശ്നത്തിനെ നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇപ്പോ എക്സ് ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഡിഫറെന്റ് പാർട്സുകൾ നമ്മൾ ഇങ്ങനെ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ മൊത്തം നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്തുകൊണ്ട് ഇതിനൊരു ഫൈനൽ സൊല്യൂഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എത്തുന്നു. ഓക്കെ, അതാണ് ഈ പറയുന്നത് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സഡൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സൈക്കോളജിസ്റ്റ് ഡസ് നോട്ട് ബിലോങ് ടു ഗെസ്റ്റാൾട്ട് സ്കൂൾ? ഈ പറയപ്പെടുന്ന ആളുകളിൽ ഗെസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ പെടാത്ത ആളാരെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഗെസ്റ്റാൾട്ട് സ്കൂൾ സൈക്കോളജിയിൽ പെടുന്ന ആൾക്കാർ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? JB വാട്സൺ ആണ് അല്ലെ. ഓക്കെ, JB വാട്സൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ബിഹേവിയറിസം, നോട്ട് ഗെസ്റ്റാൾട്ട് സൈക്കോളജി. JB വാട്സൺ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റുമായിട്ട് അസോസിയേറ്റ് ഉള്ള ഒരാളാണ്.
പക്ഷെ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ കൺഫ്ലോ ആയിട്ടുള്ള ആളല്ല. ഓക്കെ, ഇനി മാക്സ് വേർത്ത്മേർ എന്ന് പറയുമ്പോൾ ആരാണ്? വൺ ഓഫ് ദി ഫൗണ്ടർ ഓഫ് ഗസ്റ്റാൾട്ട് സൈക്കോളജി ആണ്. വോൾഫാങ് കോളർ ആരാണ്? ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ്, ഫേമസ് ഫോർ ഇൻസൈറ്റ് ലേണിംഗ് ആണ്. കെർട്ട് കോഫ്ക ആരാണ്? വൺ ഓഫ് ദി മേജർ ഫൗണ്ടർ ഓഫ് ഗസ്റ്റാൾട്ട് സൈക്കോളജി ആണ്. ജെ ബി വാട്സൺ ഈസ് ഫോക്കസിംഗ് ഓൺ ബിഹേവിയറിസം. ഓക്കെ, അത് കറക്റ്റ് ആൻസർ എന്താണ്? ജെ ബി വാട്സൺ ആണ്. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 3 domains of learning are proposed by, അല്ലെ, 3 domains of learning ആരാണ് പ്രപ്പോസ് ചെയ്തത്? മാസ്ലോ ആണോ, ഗോൾമാൻ ആണോ, ബെഞ്ചമിൻ ബ്ലൂം ആണോ, ബ്രൂണർ ആണോ? കറക്റ്റ് ആൻസർ എന്താണ്? പോസിയ കണ്ടുപിടിക്കുക. എന്താണ്? ബെഞ്ചമിൻ ബ്ലൂം ആണ്. റൈറ്റ്. ബെഞ്ചമിൻ ബ്ലൂം ആൻഡ് ഹിസ് കൊളീഗ്സ് ഡെവലപ്പ് ദി ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് which classifies learning into 3 major domains. അല്ലെ, ബെഞ്ചമിൻ ബ്ലൂം ആണ്, ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയും. ഓക്കെ, ഈ ബെഞ്ചമിൻ ബ്ലൂം വിത്ത് ഹിസ് കൊളീഗ്സ് എന്ത് ചെയ്യാണ്? ഒരു കാര്യം ഡെവലപ്പ് ചെയ്യണം. എന്താണ്? ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാനമായിട്ട് നമ്മുടെ ലേണിങ്ങിനെ 3 തരത്തിൽ എന്ത് ചെയ്യുന്നു? അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഏതാണ് 3 ഡൊമൈൻസ്? ഒന്ന് കോഗ്നിറ്റീവ് ഡൊമൈൻ അല്ലേ. ദ കോഗ്നിറ്റീവ് ഡൊമൈൻ ഡീൽസ് വിത്ത് മെന്റൽ പ്രോസസ് സച്ച് ആസ് നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, അനാലിസിസ്, ഇവാലുവേഷൻ ആൻഡ് ക്രിയേഷൻ. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ തലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, അനാലിസിസ്, ഇവാലുവേഷൻ, ക്രിയേഷൻ എല്ലാം ഈ മണ്ടനുള്ളിൽ നടക്കുന്ന കാര്യം. മണ്ട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തമാശക്ക് പറയട്ടെ, മണ്ടനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. കോഗ്നിറ്റീവ് ഡൊമൈൻ ഫോക്കസ് ചെയ്യുന്നത് ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. എഫക്റ്റീവ് എവിടെയാണ്? ഇവിടെ ഹൃദയം അല്ലെ. എന്താണ്? ഇമോഷൻസ് അല്ലെ, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ഇൻട്രസ്റ്റ്, ഫീലിംഗ്. ഓക്കെ, ഇതെന്താണ്? ഒരു ഡൊമൈൻ ഓഫ് ലേണിംഗ് ആണ്. കോഗ്നിറ്റീവ് ഒരു ഡൊമൈൻ ആണ്, എഫക്റ്റീവ് ഒരു ഡൊമൈൻ ആണ്. ലാസ്റ്റ് എന്താണ്? സൈക്കോമോട്ടർ, ഓടുക, ചാടുക, കൈകൾ ഉപയോഗിക്കുക. ഇതൊരു തരത്തിലുള്ള ലേണിംഗ് ആണ് അല്ലെ. ലേണിംഗിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലേണിംഗ് ആണ് സൈക്കോമോട്ടർ ലേണിംഗ്. അല്ലെ, ഒരു കുട്ടിക്ക് ഒരു ഗ്ലാസ് എങ്ങനെയാണ് പിടിക്കുക, ഒരു പുസ്തകം എങ്ങനെയാണ് പിടിക്കുക, പുസ്തകം എങ്ങനെയാണ് മറിക്കുക, ഇതൊക്കെ നമുക്ക് എന്ത് വേണം? ഈ സൈക്കോമോട്ടർ സ്കിൽ ഡെവലപ്പ് ചെയ്യണം. സൈക്കോമോട്ടർ സ്കിൽ ഡെവലപ്പ് ചെയ്തെങ്കിൽ കുട്ടികൾക്ക് എന്താണ്? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ഈ ഭയങ്കര ക്ലംസി ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടോ? അവര് സൈക്കോമോട്ടർ ഡെവലപ്മെന്റ് തീരില്ലാത്ത കുട്ടികളാണ്. ഓക്കെ, തീരില്ലാത്തെന്ന് പറയുമ്പോൾ കുറവായിട്ട് പറയാറില്ല, ബിക്കോസ് അങ്ങനെ പറയാൻ പാടില്ല. അതായത് അത് ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ. ദാറ്റ് ഇസ് ദ കറക്റ്റ് വേർഡ് ഐ ക്യാൻ യൂസ്, സോറി. ഓക്കെ, അപ്പോ സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡീൽസ് വിത്ത് ദി ഫിസിക്കൽ സ്കിൽസ് ആൻഡ് കോർഡിനേറ്റഡ് മൂവ്മെന്റ്സ് അല്ലെ. അതായത് ഗ്ലാസ് കുടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബോൾ വരുന്ന സമയത്ത് അതിനെ സ്റ്റോപ്പ് ചെയ്ത് അടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കോർഡിനേറ്റഡ് മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഓടുക എന്ന് പറയുമ്പോൾ എന്താണ്? കോർഡിനേറ്റഡ് മൂവ്മെന്റ്സ് അല്ലെ. കാലും കൈയും ഒരേ സമയത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ പോകണം. ഫൈൻ. അപ്പോ സൈക്കോമോട്ടർ ഡൊമൈൻ ഡീൽസ് വിത്ത് റൈറ്റിംഗ്, ഡ്രോയിങ്, കണ്ടക്ടിങ് എക്സ്പെരിമെന്റ്സ്, ഓപ്പറേറ്റിംഗ് എക്യുപ്മെന്റ്സ്, എക്സെട്ര തിങ്സ്. ഓക്കെ, അതാണ് സൈക്കോമോട്ടർ ഡൊമൈൻ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പിയാഗറ്റ് കോൾസ് ദി പ്രീ ഓപ്പറേഷണൽ പീരീഡ്. പ്രീ ഓപ്പറേഷണൽ പീരീഡിനെ പിയാഗറ്റ് വിളിക്കുന്നത് എന്താണ്? പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം എന്നാണോ, റെപ്രസെന്റേഷണൽ ഇന്റലിജൻസ് ആണോ, സ്റ്റിമുലേറ്റഡ് ഇന്റലിജൻസ് ആണോ, അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആണോ? ഓക്കെ, പിയാഗറ്റ് പ്രീ ഓപ്പറേഷണൽ പീരീഡിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്താണ്? റെപ്രസെന്റേഷൻ ഇന്റലിജൻസ് ആണ്. അക്കോർഡിംഗ് ടു ജീൻ പിയാഗറ്റ്, the pre-operational stage is characterized by the development of symbolic or representational thought. അല്ലെ, അതായത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്താണ്? നമ്മള് കുട്ടികൾ എന്ത് ചെയ്യാണ്? ഓരോ കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്ത് പഠിക്കുന്ന ഒരു സമയമാണ് അല്ലെ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പഴം എടുത്തിട്ട് എന്ത് ചെയ്യും? കുട്ടികൾ ഫോൺ വിളിക്കുന്ന ഒരാൾക്കല്ലേ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഒരേ ഷേപ്പിലുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? അതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ പഠിക്കും. അതൊരു തരത്തിലുള്ള ലേണിംഗ് ആണ്, ഒരു ഇന്റലിജൻസ് ആണ്. ഓക്കെ, what is pre-operational stage? Pre-operational stage occurs approximately from 2 to 7 years of age. Note down ചെയ്യണം, ബോൾഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം. During this period, children begin to use symbols, words, images and objects to represent things that are not physically present. അല്ലെ, ഫിസിക്കലി പ്രസന്റ് അല്ലാത്ത ഒരു സാധനത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഒരു പഴം കണ്ടു കഴിഞ്ഞാൽ, ഇത് ഞാൻ മുന്നേ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, എന്റെ അമ്മ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അത് ഒരേ ഷേപ്പ് ആണല്ലോ, അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? അതിനെ വെച്ച് ചെവിയിൽ വെച്ചിട്ട് ഹാലോ എന്നൊക്കെ പറയും. ഓക്കെ, റെപ്രസെന്റ് ചെയ്യുന്ന ഇന്റലിജൻസ്. ഓക്കെ, this ability is called representation intelligence or thought എന്ന് പറയും. ഓക്കെ, ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്ന എക്സ്പ്ലനേഷൻ കേട്ടോ. നെക്സ്റ്റ് എന്താണ്? പിയാഗറ്റ് കോൾഡ് ദ പീരീഡ് ഓഫ് ഇൻഫാൻസി. അദ്ദേഹം തന്നെ ഇൻഫാൻസി വിളിക്കുന്ന പേരെന്താണ്? ഫോർമൽ ആൻഡ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണോ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണോ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണോ, സെൻസറി മോട്ടോർ സ്റ്റേജ് ആണോ? ഓക്കെ, കറക്റ്റ് ആൻസർ എന്താണ്? ഓസിയെ കണ്ടുപിടിക്കുക. സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് അല്ലെ. അക്കോർഡിംഗ് ടു ജീൻ പിയാഗറ്റ്, infancy corresponds to the sensory motor stage which occurs approximately birth to 2 years അല്ലെ. 0 to 2 years നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അല്ലെ.
സെൻസറി മോട്ടോർ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ഇൻ ദിസ് സ്റ്റേജ് ഇൻഫൻസ് ലേൺ പ്രൈമറിലി ത്രൂ ദിയർ സെൻസസ് ആൻഡ് ഫിസിക്കൽ ആക്ഷൻസ്. അല്ലെ, കുട്ടികൾ പ്രധാനമായിട്ട് ഈ ഒരു സ്റ്റേജ്, അതായത് സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 സ്റ്റേജിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്? ദ ചൈൽഡ് ലേൺസ് ബൈ സീയിങ്, അല്ലെ, ടച്ചിങ്, ഹിയറിംഗ്, ടേസ്റ്റിംഗ്. അല്ലെ, കുട്ടികൾ എപ്പോഴും വായിൽ വെക്കും. അല്ലെ, ഈ ഓറൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ്സ് അങ്ങനെയാണ്. കുട്ടികൾ വായിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഏത് പ്രൊഡക്റ്റും വായിൽ വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂവിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഓബ്ജക്ട്സ്. ഓക്കെ, ഈ ഒരു 5 ആസ്പെക്ട്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികളെ 1 2 3 4 5 ആസ്പെക്ട്സിലൂടെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് കറക്റ്റ് ആൻസർ മനസ്സിലായല്ലോ? സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ഇൻഫാൻസി സ്റ്റേജിലാട്ടോ വരുന്നത്. 0 to 2 years ആണ്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സീക്വൻസസ് which of the following sequences reflects the correct experiential learning process described by Kolb? അല്ലെ, കോൾബിന്റെ അല്ലെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന്റെ ഒരു സീക്വൻസ് ഉണ്ട്. അത് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകണം, അങ്ങനെയെങ്കിലാണ് ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കംപ്ലീറ്റ് ആകൂ എന്ന് കോൾബ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഓർഡർ എന്താണെന്ന് ചോദിക്കുന്നത്. പ്രോസസിങ്, എക്സ്പീരിയൻസിങ്, ജനറലൈസിങ്, അപ്ലൈയിങ് ആണോ? അപ്ലൈയിങ്, ജനറലൈസിങ്, എക്സ്പീരിയൻസിങ്, പ്രോസസിങ് ആണോ? എക്സ്പീരിയൻസിങ്, പ്രോസസിങ്, ജനറലൈസിങ്, അപ്ലൈയിങ് ആണോ? ജനറലൈസിങ്, എക്സ്പീരിയൻസിങ്, പ്രോസസിങ്, അപ്ലൈയിങ് ആണോ? ഓക്കെ, ഫുൾ സ്റ്റോപ്പ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? നമുക്ക് നോക്കാം. ആൻസർ സി ആട്ടോ. എക്സ്പീരിയൻസിങ്, പ്രോസസിങ്, ജനറലൈസിങ് ആൻഡ് അപ്ലൈയിങ്. അല്ലെ, അപ്പോ EPG എന്നുള്ള കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക കേട്ടോ. This question refers to David Kolb's experiential learning theory. Okay, what is experiential learning? Kolb believed that learning occurs through experience. നമ്മൾ ലേണിംഗ് സംഭവിക്കുന്നത് എങ്ങനെയാണ്? എക്സ്പീരിയൻസിലൂടെയാണെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ സംഭവിക്കണം എന്നാണ് ആര് പറയുന്നത്? അദ്ദേഹം ബിലീവ് ചെയ്തൊരു കാര്യം കേട്ടോ, കോൾബ്. A learner doesn't simply receive information. Instead, the learner experience something, reflects on it, develops an understanding and applies that understanding. കറക്റ്റ് ആ സീക്വൻസ് മനസ്സിലായല്ലോ? ആദ്യം ഒരു ലേണർ എന്ത് ചെയ്യണം? ഒരു കാര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? അതിനെപ്പറ്റി റിഫ്ലക്ട് ചെയ്യണം. അതിനുശേഷം ആ അണ്ടർസ്റ്റാൻഡിംഗ് ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അത് അണ്ടർസ്റ്റാൻഡിംഗിലോട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, ദിസ് പ്രോസസ് ക്യാൻ ബി റിമെമ്പർഡ് ആസ് എക്സ്പീരിയൻസ്, റിഫ്ലക്ട്, ജനറലൈസ്, അപ്ലൈ. ഇത് നമ്മൾ ഇതിനെ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ സ്വിമ്മിംഗ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടല്ലേ? സ്വിമ്മിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അത് നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അല്ലെ, നമ്മൾ അതായത് എക്സ്പീരിയൻസ്. ഇപ്പൊ സ്വിമ്മിംഗ് നമുക്ക് കരയിൽ നിന്നിട്ട് ഇത് കാലിട്ട് അടിച്ചു അല്ല, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് തുള്ളണം, മുങ്ങണം, അല്ലെ നീന്തണം, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? അത് പഠിക്കുക. റൈറ്റ്, ഫൈൻ. നെക്സ്റ്റ് എന്താണ്? ദി കോൺസെപ്റ്റ് ഓഫ് മാസ്റ്ററി ലേണിംഗ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഹൂം? മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ആരാണ് പ്രപ്പോസ് ചെയ്തെന്ന് ചോദിക്കുന്നത്? എഡ്ഗർ ഡേൽ, ബെഞ്ചമിൻ ബ്ലൂം, ഡൊണാൾഡ് ഒ ഹെബ്, ഡേവിഡ് കോൾബ്. കറക്റ്റ് ആൻസർ എന്താണ്? പോസെ കണ്ടുപിടിക്കുക. ബെഞ്ചമിൻ ബ്ലൂം ആട്ടോ. നമുക്ക് ആദ്യം, കാരണം ഇത് അധികം ചിലപ്പോൾ ആളുകൾക്ക് അറിയാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എന്താ മാസ്റ്ററി ലേണിംഗ് എന്ന് നോക്കാം. മാസ്റ്ററി ലേണിംഗ് ഈസ് ആൻ ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച് ഡെവലപ്ഡ് ബൈ ബെഞ്ചമിൻ എസ് ബ്ലൂം. The basic idea is that most students can achieve a higher level of learning if they are given sufficient time, appropriate instruction, practice and corrective support. അതായത് ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മാസ്റ്ററി ലേണിംഗിന്റെ നമ്മൾ സ്കൂളിലൊക്കെ നടക്കുന്ന ഒരു കാര്യം കേട്ടോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് സമയം കൊടുക്കും ആ ഒരു കോൺസെപ്റ്റ് പഠിക്കാനും വേണ്ടിയിട്ട്. ഓക്കെ, ആ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികളെ പഠിപ്പിച്ചിട്ട് സമയം കൊടുത്തിട്ട് എന്താണ്? കുട്ടികൾ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 കുട്ടികളിൽ 15 ആൾക്ക് എന്ത് ചെയ്തു? ആൻസർ കിട്ടി, 15 ആൾക്ക് ആൻസർ കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അടുത്ത കോൺസെപ്റ്റോട് പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ആ കോൺസെപ്റ്റ് അവരെ പഠിപ്പിക്കണം. അങ്ങനെ വീണ്ടും പഠിപ്പിച്ചു. അതാണ് അപ്രോപ്രിയേറ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? കുട്ടികൾക്ക് കൊടുക്കുക. വീണ്ടും പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ എന്താണ്? അത് പ്രാക്ടീസ് ചെയ്യാണ്. ഓക്കെ, നമ്മള് പഠിപ്പിച്ചു, ടെസ്റ്റ് നടത്തി, കിട്ടിയില്ല, വീണ്ടും പഠിപ്പിച്ചു, വീണ്ടും ടെസ്റ്റ് ചെയ്ത് കിട്ടിയില്ല, മൂന്നാമത്തെ പഠിപ്പിക്കൽ എന്ത് ചെയ്യും? അവർ ചിലപ്പം അത് എക്സാമിന് പാസ്സാവും. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് എന്ത് ചെയ്യണം? അവിടെ നിർബന്ധമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ആദ്യം ആ കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുക, സഫീഷ്യന്റ് സമയം കൊടുക്കുക, അതിനെപ്പറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക, എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയാ.
എന്നിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയാ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കോൺസെപ്റ്റിൽ മാസ്റ്റർ ചെയ്യണം. ഇതാണ് എന്ത് മാസ്റ്ററി ലേണിംഗ് എന്ന് പറയും. ഓക്കെ, ഇൻ ട്രഡീഷണൽ ക്ലാസ് റൂം സ്റ്റുഡൻസ് മേ മൂവ് ടു ദി നെക്സ്റ്റ് ടോപ്പിക് ഈവൺ ഇഫ് സം സ്റ്റുഡൻസ് ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ദി പ്രീവിയസ് വൺ. അല്ല, നമ്മൾ ട്രഡീഷണലി ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം കേട്ടോ. എനിക്കൊക്കെ ഒരു മാത്സ് ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടല്ലോ എന്റെ ലൈഫിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ട്. അതായത് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത കുറച്ച് അധ്യാപകരുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാനിപ്പോ ഒരു PhD സ്കോളർ ആണ്. ഞാൻ ഡെയിലി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റിയും കൂടിയാണ്. ഓക്കെ, MBA BBA സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോ ഞാൻ എന്റെ പഠനകാലത്ത് ഞാൻ അനുഭവിച്ച രണ്ട് കാര്യങ്ങൾ, ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു അധ്യാപകനാകണം എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, എങ്ങനെ ഒരു അധ്യാപകനാകരുത് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ മാത്സിന്റെ ഞാൻ ടീച്ചറെ പേര് ഞാൻ പറയുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ച് മാം സെലക്ട് ചെയ്ത് കുറച്ച് ആളുകളുണ്ടാവും. അവർ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ അടുത്ത കോൺസെപ്റ്റിലോട്ട് പോകും. ഞാനൊക്കെ ആ സമയത്ത് ഞാൻ മാത്സിൽ ഭയങ്കര വീക്ക് ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, ആ കോൺസെപ്റ്റ് വീണ്ടും വീണ്ടും പഠിപ്പിക്കൂല. അപ്പൊ നമുക്ക് സ്പെഷ്യൽ അറ്റൻഷൻ വേണമായിരുന്നു. നമുക്ക് അത് ഒന്നും കൂടി മാം പറഞ്ഞായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊരു മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ മാത്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രോമയായിട്ട് മാറി. കാരണം എന്താണ്, എനിക്ക് അതിൽ ഞാൻ ഇപ്പോഴും ബി വെരി ഓണസ്റ്റ്, കണക്കൂട്ടുമ്പോൾ കണക്കൂട്ടും പ്രശ്നമില്ല, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ഞാൻ ഇപ്പം തെറ്റിക്കുന്നുണ്ട്. ബോർഡ് മാസ് റൂൾ ഒന്നും എനിക്ക് ശരിക്കും അറിയില്ല. കാരണം എന്താണ്, അത് അങ്ങനെ സംഭവിച്ചു പോയി. ടീച്ചറെ കുറ്റം പറയില്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയുന്നില്ല. ചിലപ്പോൾ അത് വേറെ ഒരു ഫാക്ടേഴ്സ് ആവും. പക്ഷെ ഞാൻ പറയാം, ആസ് എ ടീച്ചർ, ആസ് എ ഫാക്കൽറ്റി, ദിസ് ഇസ് സംതിങ് വി നീഡ് ടു ബി വെരി കോൺഷ്യസ്. അല്ലെ, 30 കുട്ടികളിൽ 15 ആൾ പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഡസന്റ് മീൻ ദ ക്ലാസ് ഈസ് മാസ്റ്റേർഡ് ദാറ്റ് സ്കിൽ, മാസ്റ്റേർഡ് ദാറ്റ് കോൺസെപ്റ്റ്. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തിട്ട് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, അത് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ടു ആക്കുന്നതാണ്. ഓക്കെ, ഇൻ മാസ്റ്ററി ലേണിംഗ് the teacher first teaches a unit and assess students who have not achieved mastery receive additional instruction and corrective activities and they are assessed again. Okay, ഇതാണ് മാസ്റ്ററി ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോയില്. കാരണം ഞാൻ 30 minutes, that's the maximum time I will take. Okay, social constructivism forms the basis of which type of learning? Social constructivism താഴെ കൊടുത്തതിൽ ഏത് ബേസിസ് ആണ് ഫോം ചെയ്യുന്നത് ചോദിക്കുന്നത്? ഏത് ലേണിംഗ് ടൈപ്പ് ആണ് ഫോം ചെയ്യുന്നത് ചോദിക്കുന്നത്? കമ്മ്യൂണിറ്റി ലേണിംഗ് അപ്രോച്ച് ആണോ, കൊലാബറേറ്റീവ് ലേണിംഗ് അപ്രോച്ച് ആണോ, റിഫ്ലക്റ്റീവ് ലേണിംഗ് അപ്രോച്ച് ആണോ, എക്സ്പീരിയൻസ് ബേസ്ഡ് ലേണിംഗ് ആണോ? ഓക്കെ, പോസ് ചെയ്യുക, കണ്ടുപിടിക്കുക. കറക്റ്റ് ആൻസർ എന്താണ്? കൊലാബറേറ്റീവ് ലേണിംഗ് അപ്രോച്ച് ആണ് അല്ലെ. അപ്പൊ എന്താണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം is strongly associated with Lev Vygotsky. It states that learners construct knowledge through social interaction, communication, collaboration and shared experience. അല്ലെ, അതായത് പിന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം പ്രൊപ്പോണ്ട് ചെയ്ത ലെവ് വൈഗോട്സ്കി ആണ്. പുള്ളിക്കാരൻ എന്താ പറയുന്നത്, ലേണിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? നമ്മുടെ എൻവയോൺമെന്റുമായിട്ട്, ഓക്കെ, നമ്മളെ എൻവയോൺമെന്റുമായിട്ട് മാക്സിമം ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലെ. സോഷ്യൽ ഇന്ററാക്ഷൻ വഴി, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ, നമ്മൾ കൊലാബറേറ്റ് ചെയ്യുന്നതിലൂടെ, നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിലൂടെ, ഇങ്ങനെ ഒരുപാട് സോഷ്യൽ സെറ്റപ്പിലുള്ള പല ഫാക്ടേഴ്സ് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസെപ്റ്റ് പഠിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ഇവിടെ ലെവ് വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ പറയുന്നത് അല്ലെ. ഇൻ സിമ്പിൾ വേർഡ്സ്, വി ലേൺ ബെറ്റർ ബൈ ഇന്ററാക്ടിങ് ആൻഡ് വർക്കിംഗ് വിത്ത് അതേഴ്സ്. നമ്മള് ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ പിന്നെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ ആളുകളുമായിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ കൊലാബറേറ്റീവ് ലേണിംഗ് അപ്രോച്ച് എന്നുള്ള പേര് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. അപ്പോൾ നമ്മൾ റാപ്പപ്പ് ചെയ്യാം നമുക്ക് ഇന്നത്തെ സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുറെ പണിയുണ്ട് നിങ്ങൾക്ക് കേട്ടോ. കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് കണ്ടെങ്കിൽ പോകാന്നുള്ളതല്ല, ഈ എല്ലാ കാര്യങ്ങളും പറ്റിയെങ്കിൽ ഇഷ്ടപ്പെട്ട് മാത്രം ചെയ്താൽ മതി. ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പ്ലേലിസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ വളരെ ഫ്രീക്വന്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് നിങ്ങൾ പോവാം. ഓക്കെ, ഇനിയും പാർട്ട് 3 ഒക്കെ വരാനുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നതിന് താല്പര്യം എന്ത് ചെയ്യുക, അവിടെ ജോയിൻ ചെയ്യാം കേട്ടോ. So that's all about today's session. So we'll see you on the next video. Till then, bye and thanks everyone.